കണ്ണൂർ ജില്ലയിലെ മാടായി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശ്രീ മാടായി തിരുവർക്കാട് ഭഗവതി ക്ഷേത്രം. ചുരുക്കത്തിൽ മാടായിക്കാവ്. ആചാരാനുഷ്ഠാനങ്ങളിൽ തികച്ചും വ്യത്യസ്ത പുലർത്തുന്ന ഈ ഭഗവതി ക്ഷേത്രം ഉത്തര മലബാറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രം കൂടിയായി കണക്കാക്കപ്പെടുന്നു. കണ്ണൂരിൽ നിന്നും പഴയങ്ങാടി വഴിയുള്ള പയ്യന്നൂർ റൂട്ടിൽ എരിപുരത്താണ് ക്ഷേത്രം. സാക്ഷാൽ ആദിപരാശക്തിയും ജഗദീശ്വരിയുമായ ശ്രീ ഭദ്രകാളിയാണ് മുഖ്യപ്രതിഷ്ഠ. മാടായിക്കാവിലമ്മ, തിരുവർക്കാട്ടമ്മ അഥവാ തിരുവർക്ക്. ഐതിഹ്യം, ചരിത്രം. മൂഷകവംശത്തിലെ 11ാമത്തെ രാജാവായ സൂത്സോമൻ ആയിരുന്നു തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം നിർമ്മിച്ചത്. കോലസ്വരൂപത്തിന്റെ കുലദൈവമായ ശ്രീ ഭദ്രകാളിയെ അവിടെ പ്രത്യേകമായി ആരാധിച്ചു പോന്നിരുന്നു. നൂറ്റാണ്ടുകൾക്കുശേഷം ഭഗവതിയുടെ അരുളപ്പാടിൻ പ്രകാരം ഡി 344 കോലത്തുനാട്ടരച്ചൻ ശ്രീ ഭദ്രകാളിയെ മാടായിയിൽ പ്രതിഷ്ഠ നടത്തിയെന്ന് പറയപ്പെടുന്നു. ഒരിക്കൽ തളിപ്പറമ്പ് ക്ഷേത്രത്തിൽ ഭദ്രകാളിയുടെ വെളിച്ചപ്പാട് ഉറഞ്ഞുതുള്ളി തനിക്കിരിക്കുവാൻ മറ്റൊരു സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. തുടർന്ന് വെളിച്ചപ്പാട് ഇവിടെ കത്തി ജ്വലിച്ചുകൊണ്ടിരുന്ന ഒരു വിറക്കൊള്ളി എടുത്ത് എറിഞ്ഞു. അത് ചെന്നു വീണത് മാടായി പാറയിലായിരുന്നു. കത്തുന്ന വിറക് പ്രതിഷ്ഠയ്ക്ക് സ്ഥാനം കണ്ടെത്തിയതുകൊണ്ട് ഇവിടം ആദ്യം അറിയപ്പെട്ടത് തിരുവിരക്കാവ് എന്നും പിന്നീട് തിരുവർക്കാട് എന്നും അറിയപ്പെട്ടു എന്നാണ് വിശ്വാസം. ഇപ്പോഴുള്ള ക്ഷേത്രം പുതുക്കി പണിതീർത്തതാണ്. ടിപ്പുവിന്റെ പടയോട്ടത്തിൽ നശിപ്പിച്ച ക്ഷേത്രം ചിറയ്ക്കൽ കോവിലകത്തെ കൂണൻ രാജാവിന്റെ കാലത്ത് പുതുക്കിപ്പണിതു എന്നും തുകലശ്ശേരി കുഴിക്കാട്ട് ഗൃഹത്തിൽ ജനിച്ച മഹേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കടുശർക്കരയോഗ വിധിപ്രകാരം തയ്യാറാക്കിയ ശ്രീ ഭദ്രകാളിയുടെ പ്രതിഷ്ഠ നടത്തി എന്നുമാണ് പുരാവൃത്തം. സ്ത്രീയാണ് പ്രപഞ്ചസൃഷ്ടിയുടെ അടിസ്ഥാനം എന്ന വിശ്വാസത്തിൽ നിന്നുമാണ് ഭഗവതി പൂജ ആരംഭിക്കുന്നത്. മാതൃദായക്കാരായിരുന്നു ഇത്തരം ആദിമ ഗോത്രങ്ങൾ. ഊർവരത, പ്രകൃതി, മഹാമാരിക, കാർഷിക സമൃദ്ധി, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത, ഐശ്വര്യം, സമൃദ്ധി, വിദ്യ, യുദ്ധവിജയം എന്നിവ മാതൃദൈവാരാധനയുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു. ഇതിന്റെ പിന്തുടർച്ച കൂടിയാണ് മാടായിയിലെ ഭഗവതി പൂജ. ക്രിസ്തുവർഷത്തിനു മുമ്പ് തന്നെ മാതൃദൈവ സങ്കല്പം നിലനിന്നിരുന്നു. ഉർവരതാ സങ്കല്പവുമായി ബന്ധപ്പെട്ട് മാതൃദൈവ വിശ്വാസം സിന്ധുനാഗരികതയ്ക്ക് മുൻപേ തന്നെ ഭാരതത്തിലും നിലനിന്നിരുന്നു. കാളീക്ഷേത്രങ്ങളിലും കാവുകളിലും ഇന്നും തുടർന്നുവരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഈ സങ്കല്പവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു. തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയമാണ് കാളീ സങ്കല്പം. ദുഷ്ടരെ ശിക്ഷിക്കുകയും ശിഷ്ടരെ രക്ഷിക്കുകയും ചെയ്യുന്ന ഭദ്രകാളി സങ്കല്പം കേരളത്തിൽ പ്രബലമാണ്. കാടിനെ കാക്കുന്ന കാവ് ക്ഷേത്രസങ്കല്പവുമായി ചേർന്ന് നിൽക്കുന്നു. ക്ഷേത്രസമുച്ചയം 2 ശ്രീകോവിലുകളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. കൂടാതെ നമസ്കാര മണ്ഡപം, ഉപദേവ ക്ഷേത്രങ്ങൾ, ചുറ്റമ്പലം, കലശപ്പുര, കുളം, കിണർ, കാവ് എന്നിവയും ഇവിടെ കാണാം. പ്രത്യേകതകൾ. സാധാരണ ക്ഷേത്രങ്ങളിലേതുപോലെ ഇവിടെ അത്താഴപൂജ നടത്തുന്ന പതിവില്ല. രാത്രി 8:30 ഓടുകൂടി നിവേദ്യം ശ്രീകോവിലിനുള്ളിൽ വയ്ക്കുന്നു. രാത്രി ദേവന്മാർ ഇവിടെ എത്തി ഭഗവതിയെ പൂജിച്ചു അത്താഴപൂജ പൂർത്തിയാക്കും എന്നാണ് വിശ്വാസം. പിറ്റേന്നു രാവിലെ പൂജാരി നട തുറന്ന് ദേവിയുടെ വാൾ എടുപത്ത് നമസ്കാര മണ്ഡപത്തിന്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ വയ്ക്കുകയും അത് കഴിഞ്ഞ് അത്താഴ നിവേദ്യം പുറത്തേക്ക് എടുക്കുകയും ചെയ്യുന്നു. ഈ ക്ഷേത്രത്തിലെ പൂജാരിമാർ മാംസം കഴിക്കുന്നവരാണ്. പിഡാരർ എന്ന് അറിയപ്പെടുന്ന ഇവർ ഒറിയ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവരാണ്. ദർശന സമയം സാധാരണ ദിവസങ്ങളിൽ രാവിലെ 4:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകുന്നേരം 5 മുതൽ 7:30 വരെയുമാണ് ക്ഷേത്രം തുറന്നിരിക്കുക. ചില മാസങ്ങളിലും ചൊവ്വ, വെള്ളി ദിവസങ്ങളിലും അതിരാവിലെ 2 മണിക്ക് നട തുറക്കും. പ്രധാന ദിവസങ്ങൾ ചൊവ്വ, വെള്ളി, പൗർണമി, അമാവാസി, മാസത്തിലെ 1-ാം തീയതി, നവരാത്രി, ജന്മനക്ഷത്ര ദിവസം തുടങ്ങിയവ ദർശനത്തിന് പ്രധാനം. നവരാത്രി, വിദ്യാരംഭം, ദീപാവലി, തൃക്കാർത്തിക, തിരുവാതിര, ശിവരാത്രി തുടങ്ങിയവ വിശേഷം. ഭഗവതിക്കാവുകളിലും ക്ഷേത്രങ്ങളോട് ചേർന്നു നടത്തിവരുന്ന അനുഷ്ഠാന കർമ്മമായ കളത്തിലരിയും പാട്ടും ഭഗവതിയുടെ അനുഗ്രഹത്തിനായാണ് ചെയ്തുവരുന്നത്. മാടായി തിരുവർക്കാട് ക്ഷേത്രത്തിൽ കളത്തിലരിയും പാട്ടും വർഷത്തിൽ 3 പ്രാവശ്യമായി നടക്കുന്നു. മേടത്തിലെ വിഷു, ഇടവത്തിലെ കലശം, മിഥുനത്തിലെ പ്രതിഷ്ഠ, കർക്കിടകത്തിലെ നിര, ചിങ്ങപ്പുത്തരിയും തിരുവോണവും, കന്നിയിലെ കൂത്ത്, തുലാവത്തിലെ 8 പാട്ടും കളത്തിലരിയും, വൃശ്ചികത്തിലെ 30 പാട്ടും കളത്തിലരിയും, തൃക്കാർത്തികയും, ധനുവിലെ പന്തൽക്കാരൻ, മകരത്തിലെ 13 പാട്ടും കളത്തിലരിയും, കുംഭത്തിലെ ശിവരാത്രി, മീനത്തിലെ പൂരം എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടവയാണ്. വഴിപാടുകൾ. വഴിയാരി പൂജയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. വസൂരി വന്നാൽ മാടായിക്കാവിലമ്മയ്ക്ക് കുരുമുളക് നേദിക്കുക എന്നതും പഴയകാലത്തെ പ്രധാന വിശ്വാസങ്ങളിലൊന്നായിരുന്നു. സാധാരണ ഭഗവതി ക്ഷേത്രങ്ങളിൽ നടത്തുന്ന മിക്ക വഴിപാടുകളും ഇവിടെ നടത്താവുന്നതാണ്. വഴിപാടുകൾ. വഴിയാരി പൂജയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. വസൂരി വന്നാൽ മാടായിക്കാവിലമ്മയ്ക്ക് കുരുമുളക് നേദിക്കുക എന്നതും പഴയകാലത്തെ പ്രധാന വിശ്വാസങ്ങളിലൊന്നായിരുന്നു.
സാധാരണ ഭഗവതി ക്ഷേത്രങ്ങളിൽ നടത്തുന്ന മിക്ക വഴിപാടുകളും ഇവിടെ നടത്താവുന്നതാണ്. പ്രാർത്ഥന ശ്ലോകങ്ങൾ 1. ദേവി മാഹാത്മ്യം. സർവോമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. ജ്വാലാകരാള മത്യുഗ്രം അശേഷാസുരസൂദനം തൃശൂലം പാതുനോ ഭീതേർ ഭദ്രകാളി നമോസ്തുതേ. രോഗാനശേഷാനപഹംസി തുഷ്ടാരുഷ്ടാതു കാമാൻ സകലാനഭീഷ്ടാൻ ത്വാമാശ്രിതാനാം ന വിപന്നരാണം ത്വാമാശ്രിതാ ഹ്യാശ്രയതാം പ്രയാന്തി. 2. മഹാകാളി നമസ്തുഭ്യം നമസ്തുഭ്യം സുരേശ്വരി ഭദ്രകാളി നമസ്തുഭ്യം നമസ്തുഭ്യം ദയാനിധേ. 3. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. 4. മഹൈശ്വര്യപ്രദേ ദേവി മഹാത്രിപുരസുന്ദരി മഹാവീര്യേ മഹേശീ. ശ്രീ ഭദ്രകാളി നമോസ്തുതേ. സർവവ്യാധിപ്രശമനി സർവമൃത്യുനിവാരിണി സർവമന്ത്രസ്വരൂപേ. ശ്രീ ഭദ്രകാളി നമോസ്തുതേ. പുരുഷാർത്ഥപ്രദേ ദേവി പുണ്യാപുണ്യഫലപ്രദേ പരബ്രഹ്മസ്വരൂപേ. ശ്രീ ഭദ്രകാളി നമോസ്തുതേ. എത്തിച്ചേരാനുള്ള വഴി കണ്ണൂർ പഴങ്ങാടിയിൽ നിന്നും പയ്യന്നൂരിലേക്കുള്ള റൂട്ടിൽ എരിപുരം എന്ന സ്ഥലത്താണ് മാടായിക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ജില്ലാ തലസ്ഥാനമായ കണ്ണൂരിൽ നിന്നും 22 കിലോമീറ്ററാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. പയ്യന്നൂരിൽ നിന്നും 13 കിലോമീറ്ററും തളിപ്പറമ്പിൽ നിന്നും 14.4 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകൾ പയ്യന്നൂർ, കണ്ണൂർ.